തൃശൂരിൽ ബി.ജെ.പി നേതാക്കൾക്കും പ്രവർത്തകർക്കും നേരെയുണ്ടായ പോലീസ് CPM അക്രമത്തിൽ നാളെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത് ബി.ജെ.പി. എല്ലാ ജില്ലകളിലും ബി.ജെ.പി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് ആക്രമിച്ച CPM നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളുടെ മറവിൽ അക്രമം നടത്താനാണ് ലക്ഷ്യമെങ്കിൽ ബി.ജെ.പി അത് അനുവദിക്കില്ല. സുരേഷ് ഗോപിക്കെതിരെ CPM-ഉം കോൺഗ്രസും ചേർന്ന് നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾ എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇവരുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, പോലീസിന്റെ നരനായാട്ടിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. മറ്റു വിശദാംശങ്ങൾ കൂടി. KP സംസ്ഥാന വ്യാപകമായി BJP പ്രതിഷേധിക്കാനൊരുങ്ങുകയാണ്. നാളെ വിവിധ ജില്ലകളിൽ ശക്തമായ പ്രതിഷേധമാണ് നടത്തുന്നത്. തലസ്ഥാനത്തടക്കം ശക്തമായ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. തൃശ്ശൂരിൽ CPM നടത്തുന്ന നരനായാട്ടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നത്. ജില്ലകളിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കാനാണ് BJP തയ്യാറെടുക്കുന്നത്. അതിൻ്റെ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം സംഘടിപ്പിക്കുക മാത്രമല്ല CPM-ൻ്റെ ഇത്തരം പ്രവൃത്തികൾക്ക് ശക്തമായ രീതിയിൽ നടപടി ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുകയും ചെയ്തു. അതായത് ഇത്തരം ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന സമീപനം, ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സമരവുമായി മുന്നോട്ട് പോകുന്നത് മാത്രമല്ല അക്രമമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായ രീതിയിൽ BJP-യുടെ ഭാഗത്തുനിന്നും പ്രതികരണം ഉണ്ടാകുമെന്ന് നേരത്തെയും പറഞ്ഞിരിക്കുന്നു. അതായത് ജനാധിപത്യമായി നേരിടുന്ന സമരങ്ങളെ ഇത്തരത്തിൽ രീതിയിൽ ആണ് CPM-ൻ്റെ ഭാഗത്തുണ്ടാകുന്ന സമീപനം. അതുകൊണ്ട് തന്നെ ഈ സമീപനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകും. BJP-യും പിന്നോട്ട് പോകില്ല എന്ന് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. നേരത്തെ വാർത്താക്കുറിപ്പിലൂടെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. എന്തായാലും തൃശ്ശൂരിൽ നടന്നു വരുന്ന സംഭവം അതിൽ വളരെ ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കാനാണ് BJP തയ്യാറെടുക്കുന്നത്. ജനാധിപത്യപരമായി നടക്കുന്ന സംഭവങ്ങളാണ്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷം പിന്നിട്ടതിന് ശേഷം കരുതിക്കൂട്ടി നടത്തുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. BJP-യെ കരിവാരിത്തേക്ക്, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം കരിവാരിത്തേക്ക് എന്നടക്കമുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഗൂഢ ലക്ഷ്യങ്ങൾ ഇതിനു മുന്നിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ആ ഗൂഢലക്ഷ്യങ്ങളാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ തൃശ്ശൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിനാണ് BJP തയ്യാറെടുക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് തലസ്ഥാന നഗരിലടക്കം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യും. അല്പസമയത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. എന്തായാലും ഈ BJP പ്രവർത്തകർക്ക് നേരെ നടത്തിയ നരനായാട്ട്, CPM-ൻ്റെ പ്രവർത്തകർക്ക് നടത്തിയ നരനായാട്ട് മാത്രമല്ല സുരേഷ് ഗോപിയുടെ ഓഫീസ് അടക്കം അടിച്ചു തകർക്കുന്ന നിലയിലേക്ക് എത്തിയ സംഭവവികാസങ്ങളിൽ ശക്തമായ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ തന്നെയാണ് BJP ഒരുങ്ങുന്നത്. അത് നേതാക്കന്മാരെല്ലാം നേരത്തെ ഈ വിഷയത്തിൽ തന്നെ പ്രതികരിക്കുകയും ഉണ്ടായി. കാരണം ഇത്തരം സംഭവങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ലെന്നാണ് BJP-യും പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ശക്തമാക്കുക തന്നെ ചെയ്യും. നാളെ വിവിധ ജില്ലകളിൽ അതിൽ കൂടുതൽ വിവരങ്ങൾ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകൾ അറിയിക്കും. എന്തായാലും എല്ലാ ജില്ലകളിലും പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്യും. ഈ സംഭവത്തിൽ, അതായത് ഇത്തരം സംഭവങ്ങൾ ജനാധിപത്യപരമായി വോട്ട് നേടി വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കെതിരെ, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയായ വോട്ട് നേടി വിജയിച്ച ഒരു മന്ത്രിക്കെതിരെ നടത്തുന്ന പരാമർശങ്ങൾ മാത്രമല്ല ജനാധിപത്യ വിരുദ്ധമായി നടത്തുന്ന അക്രമം കൊണ്ട് ഈ അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് ഇത്തരം സമീപനങ്ങൾ ഉണ്ടാക്കുകയും അതിലൂടെ തെറ്റിദ്ധാരണപരമായിട്ടുള്ള സമീപനങ്ങളിലൂടെയും തെറ്റിദ്ധാരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസും ഇതിന് കൂട്ടായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതിഷേധത്തിന് നേരെയാണ് ഇത്തരത്തിലുള്ള അതിക്രമം ഉണ്ടായത്. CPM-ന്റെയും പോലീസിന്റെയും നരനായാട്ട്, ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. നാളെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിന് തന്നെയാണ് BJP ആഹ്വാനം ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.